ഹലോ എവ്രി വൺ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ലിപ്പിഡ് പ്രൊഫൈലാണ്. നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ മുന്നേ പഠിച്ചല്ലേ, നമ്മൾ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോൾ പഠിച്ചു. ബ്ലഡ് ഷുഗർ പഠിച്ചു, കൊളസ്ട്രോൾ പഠിച്ചില്ലായിരുന്നു. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ പഠിച്ചിട്ടില്ലായിരുന്നു അല്ലേ. നമ്മൾ വേറെ കുറച്ച് ടോപ്പിക്, നമ്മൾ സിലബസ് കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചധികം ടോപ്പിക്സുകൾ പലയിടത്തുനിന്നും കവർ ചെയ്തിരുന്നു, റാൻഡം ആയിട്ട് കവർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലിപ്പിഡ് പ്രൊഫൈലാണ്. ഓക്കെ, അതെല്ലാം നമ്മൾ അതർ പാരാമീറ്റേഴ്സ് എടുത്തു, ഓട്ടോമേഷൻ എടുത്തു. അങ്ങനെ നമ്മൾ ബയോകെമിസ്ട്രിയിൽ ഒരുവിധം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലിപ്പിഡ് പ്രൊഫൈലാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലിപ്പിഡ് പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാമല്ലേ, എല്ലാവരും ലിപ്പിഡ് വീടുകളിൽ ആരെങ്കിലും നമ്മുടെ പാരൻസ് ഒക്കെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാറില്ലേ? നമ്മൾ ഏറ്റവും നല്ലത് ഫാസ്റ്റിങ്ങിൽ അല്ലേ, 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം ഏർലി മോർണിംഗിൽ നമ്മൾ ബ്ലഡ് കൊടുക്കും, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ജീവിതചര്യ, ലൈഫ് സ്റ്റൈൽ കാരണം എല്ലാവർക്കും കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലേ. നമ്മൾ ജങ്ക് ഫുഡും കൂടുതൽ ഫാറ്റി ഫുഡൊക്കെയാണ്, നമ്മൾ കൂടുതൽ ഫ്രൈഡ് ഫുഡൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോൾ കൂടുതലാണ്, ഫാറ്റി ലിവർ, ഇതെല്ലാം സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം. അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈലിനെ പറ്റി നമുക്ക് അറിയേണ്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അറിയണം, അല്ലാതെ നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ എന്താ, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്താ സംഭവം, എന്തൊക്കെയാണ് നോക്കണത്, ഇതിൻ്റെയൊക്കെ ഒരു നോർമൽ ലെവൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് നോക്കാം എന്താണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് നോക്കാം. അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അങ്ങനെ ഒരു പ്രൊഫൈൽ, നമ്മുടെ ഇൻഫെർട്ടിലിറ്റിക്ക് വേറൊരു പ്രൊഫൈൽ, ഇങ്ങനെ കുറേ പ്രൊഫൈലുകൾ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറേ ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് പഠിച്ചു, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അത് കുറേ ടെസ്റ്റുകളുണ്ട് അല്ലേ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. അതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റുകളാണ്. അത് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് ലിപ്പിഡിൻ്റെ, നമ്മളെ ഫാറ്റി മെറ്റബോളിസത്തിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, കൂടുതലോ കുറവോ ഉണ്ടോ എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പാനൽ ഓഫ് ബ്ലഡ് ടെസ്റ്റ് ആണ്. അതിൽ എന്തെല്ലാമാണ് ഈ ലിപ്പിഡ് പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കണം, ട്രൈഗ്ലിസറൈഡ്, HDL, LDL, HDL, LDL ഒക്കെയാണ്. ഓക്കെ, VLDL ലെവലും എല്ലാം നോക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കുന്നത്? ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ നോക്കുന്നുണ്ട്, മൊത്തം ടോട്ടൽ കൊളസ്ട്രോൾ. അതിൽ LDLും VLDLും HDLും ട്രൈഗ്ലിസറൈഡ് എല്ലാം കൂടെ മൊത്തത്തിലുള്ള ലെവൽ എല്ലാം. പിന്നെ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ, ട്രൈഗ്ലിസറൈഡിൻ്റെ ഇൻഡിവിജ്വൽ ലെവൽ എത്രയാ? HDL ആണ് നമ്മുടെ നല്ല കൊളസ്ട്രോൾ കേട്ടോ. LDL എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ ആണ്. പിന്നെ നമ്മുടെ VLDL ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ലെവലുകൾ പ്രത്യേകം അറിയണം, ഇത് മൊത്തത്തിലുള്ള ലെവലും അറിയണം. അതാണ് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ടോട്ടൽ ആയിട്ട് കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്, HDL, LDL അല്ലേ, HDL, LDL, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോള്, പിന്നെ VLDL അറിയണം, VLDL, ഇതെല്ലാം അറിയണം. വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, മറ്റത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് HDL. HDL എന്ന് പറഞ്ഞാൽ എന്താണ്? HDL ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഓക്കെ, ഇനി LDL എന്ന് പറഞ്ഞാൽ എന്താണ്? LDL ലോ ഡെൻസിറ്റി, L ഫോർ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇനി VLDL എന്ന് പറഞ്ഞാൽ എന്താ? വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ നമുക്ക് ചോദിക്കാം, ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് എ ഫോളോയിങ് ടെസ്റ്റ്. അതിലിപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും വരാം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് അറിഞ്ഞിരിക്കുക. ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവല്, ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവല്, LDLും HDLും പിന്നെ VLDLും. അതിൽ HDL എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. HDL ഗുഡ് കൊളസ്ട്രോൾ. നമുക്ക് വേണമെങ്കിൽ ഓർക്കാൻ, നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നത് HDL, H ഫോർ ഹെൽത്ത്. അപ്പോൾ ഹെൽത്തിന് നല്ലത് HDL, അങ്ങനെയൊക്കെയാണ് കുഞ്ഞിലെ പഠിച്ചിരുന്നത്. അങ്ങനെ മറ്റത് LDL. അപ്പോൾ അല്ലാത്തത് H എന്ന് പറയുമ്പോൾ ഹെൽത്തിന് നല്ലതായിട്ടുള്ളത് ഗുഡ് കൊളസ്ട്രോൾ. LDL എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോളിന് LDL എന്ന് പറയുന്നത് കേട്ടോ. LDLും VLDLും ഒക്കെ ബാഡാം, അത് കുറച്ചുകൂടെ ഡെൻസിറ്റി കുറവുള്ളതും LDLും. അപ്പോൾ നല്ലത് HDL നല്ലതാണ്. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് അറിയാം. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ, നമ്മുടെ ലിപ്പിഡ് മെറ്റബോളിസത്തിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ടെസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. അതിൽ ടോട്ടൽ മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ നോക്കണേ. പിന്നെ ട്രൈഗ്ലിസറൈഡ്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ നോക്കും. ഓക്കെ, പിന്നെ നമ്മൾ HDL നോക്കും, LDL നോക്കും, VLDL നോക്കും. ഏതൊക്കെയാണ് നോക്കണേന്ന് മനസ്സിലായല്ലോ?
ഇനി ഇതെങ്ങനെയാ നോക്കിയേ. അപ്പൊ നമ്മൾ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിലെ LDL-ഉം VLDL-ഉം അറിയാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇക്വേഷൻ നോക്കിയേ, ഫ്രിഡവോൾസ് ഇക്വേഷൻ വെച്ച് നമ്മൾ എന്തൊക്കെയാ കാൽക്കുലേറ്റ് ചെയ്തേ? LDL-ഉം VLDL-ഉം. ആദ്യം നമുക്ക് ട്രൈഗ്ലിസറൈഡ് കിട്ടും. ഈ ട്രൈഗ്ലിസറൈഡിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ VLDL കിട്ടുവേ. എന്നിട്ട് നമ്മൾ ഈ മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ കിട്ടിയ LDL കിട്ടാൻ എന്താ ചെയ്യാന്നറിയോ? LDL കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് HDL അറിയാം കേട്ടോ, ഗുഡ് കൊളസ്ട്രോൾ അറിയാം. VLDL കിട്ടി. എങ്ങനെ VLDL കിട്ടിയ? ട്രൈഗ്ലിസറൈഡിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ VLDL കിട്ടി. അങ്ങനെ ഈ HDL-ഉം ഈ VLDL-ഉം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് കുറയ്ക്കും. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? LDL കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ കാണാൻ നമ്മൾ എന്താ ടോട്ടൽ കൊളസ്ട്രോൾ കിട്ടി. ഈ ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് പിന്നെ നമ്മൾ നോക്കുന്നത് LDL, VLDL, HDL, ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ആദ്യം ഈ ട്രൈഗ്ലിസറൈഡിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? VLDL കിട്ടി. ട്രൈഗ്ലിസറൈഡിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ VLDL കിട്ടി. ഇനി HDL-ഉം VLDL-ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ LDL കിട്ടി. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മൾ ഫാസ്റ്റിങ്ങിലല്ലേ പോവാ ഈ കൊളസ്ട്രോൾ എടുക്കാനായിട്ട്, ബ്ലഡ് കൊടുക്കാൻ 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിനാണ് നമ്മൾ പോവുക അല്ലേ? നമ്മളെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പിഡ് പ്രൊഫൈലിൽ 10 മുതൽ 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് കൂടിയാലും കുറഞ്ഞാലും ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നത് അല്ലേ? നമ്മളെ ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബോഡി സെല്ലിലും ഉണ്ട് കേട്ടോ. നമ്മുടെ ലിവർ എന്ത് ചെയ്യും? ഈ കൊളസ്ട്രോൾ ഉപയോഗിക്കും. കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ എല്ലാ സെല്ലിലും ഉണ്ട്. അത് കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കുക? സെൽ മെംബ്രെയിനും ഹോർമോണും ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിന് കൊളസ്ട്രോൾ ഒക്കെ വേണം അല്ലേ? അപ്പം നമ്മൾ ഈ കൊളസ്ട്രോൾ പക്ഷേ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. ഈ കൊളസ്ട്രോൾ കൂടുന്നത് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായി കൂടാം, അല്ലെങ്കിൽ ജനിതക നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് നമ്മളിപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നമുക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഈ ബ്ലഡ് വെസൽസിലെല്ലാം ഇത് അടിഞ്ഞു കൂടിയിട്ട് അതിറോസ്ക്ലീറോസിസ്. ഓക്കെ, അപ്പൊ ബ്ലഡ് എല്ലാം നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പൊ ബ്ലഡിലെ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ കൊളസ്ട്രോൾ? ശരിക്കും പറഞ്ഞാൽ എല്ലാ ബോഡി സെല്ലിലും ഉണ്ട്. ലിവർ ഈ കൊളസ്ട്രോൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കാനില്ലേ, അതിനുപയോഗിക്കും. ഹോർമോൺ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഇത് നമുക്ക് എപ്പോഴാണ് അറിയുന്നത്? നമുക്കൊക്കെ നമ്മളൊരു ഫെമിലിയൽ റിസ്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ പാരൻസിനും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ റുട്ടീൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ആ വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് നോക്കണം. കൊളസ്ട്രോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, കുറഞ്ഞാലും ബുദ്ധിമുട്ടുണ്ട്. കൂടിക്കഴിഞ്ഞാൽ എന്താണ്? കൂടിക്കഴിഞ്ഞാൽ അതിറോസ്ക്ലീറോസിസും ഹാർട്ടിന് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഇനി പ്രീവിയസ്ലി ഇതൊരു സെന്റൻസ് ആണ് കേട്ടോ. മുന്നേ എങ്ങനെയാ ചെയ്തിരുന്നതെന്ന് അറിയോ? ഇപ്പം വേറൊരു മെത്തേഡാണ്. ഇപ്പൊ ഒരു മെത്തേഡാണ്. മുന്നേ നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ റിയാക്ഷനിൽ നിന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അതിനെ നമ്മൾ ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലീബർമാൻ, ഈ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഏതാണെന്ന് നമ്മൾ ആലോചിക്കണം. ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കൊളസ്ട്രോൾ മനസ്സിലാക്കാനുള്ള മുന്നേ ഉള്ള, അത് കളറിലൂടെ അറിയുന്ന ഒരു കളർ റിയാക്ഷൻ ആയിരുന്നേ. ആ ടെസ്റ്റ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം നമ്മൾ എൻസൈമിന്റെ സഹായത്തോടെയുള്ള പുതിയ മെത്തേഡ് ഉണ്ട്. അതിനെയാണ് CHOD PAP മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് CHOD PAP മെത്തേഡ്? അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. മുന്നേ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? എഴുതി വെക്കണേ. ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ. ആലോചിക്കുമ്പോഴേ ബുച്ചർ എന്നൊക്കെ പറയുന്നത് മറ്റേ ബുച്ചർ എന്ന് പറയില്ലേ, നമ്മളെ ഇറച്ചിയൊക്കെ വെട്ടുന്ന ആളെയൊക്കെ ബുച്ചർ. അപ്പോൾ അത് ഇറച്ചിയിൽ കുറേ കൊളസ്ട്രോളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഈ ബുച്ചാർഡ് റിയാക്ഷൻ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ കൊളസ്ട്രോളുമായിട്ടെന്നൊക്കെ ആലോചിച്ച് വെക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കോഡ് വെച്ച് ആലോചിച്ച് വെക്കുക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയല്ലേ, അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ്. അപ്പോൾ അവരവരുടെ രീതിയിൽ കോഡ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് വെച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ വെറുതെ കാണാതെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മറന്നു
വിട്ടുപോകും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും നോട്ട് എഴുതുന്നുണ്ടാവുമല്ലോ, ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ നോട്ട് എഴുതുക. അല്ല വെറുതെ കേട്ടുകൊണ്ടിരുന്നാലൊന്നും ആർക്കും മെമ്മറി ഉണ്ടാവത്തില്ല, പിന്നെ നമുക്കത് വിട്ടുപോകും, പിന്നെ ഒന്നുകൂടെ കേൾക്കേണ്ടി വരും ക്ലാസ്. അപ്പം ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സാമൊക്കെ അടുത്ത് വരിക, അപ്പോൾ ഇനിയുള്ള ഇനി ക്ലാസ്സസ് എല്ലാം കാണുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ കൂടെ പഠിച്ചു പോകണം, നോട്ട് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ നോട്ടിൽ നമുക്ക് ഇനി കിട്ടുന്ന പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ MCQ ചെയ്യുന്നുണ്ടല്ലോ, വേറെ എക്സ്ട്രാ MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം MCQ ചെയ്ത് നോക്കണം, ഓക്കെ, മോക്കും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എന്താ മിസ്റ്റേക്ക്, നമ്മൾ പഠിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആണോ, ഇപ്പം നമ്മൾ മാർക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പം നമ്മൾ പഠിച്ചത് റീകളക്ട് ചെയ്ത് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മെമ്മറിയുടെ പ്രശ്നമാണെങ്കിൽ റിവിഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ഡിഫക്റ്റ്. അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെയല്ല, എത്ര പഠിച്ചാലും പരീക്ഷ എഴുതുമ്പോൾ ഉള്ള കെയർലെസ്നെസ് കാരണം തെറ്റും. ഓക്കെ, നമുക്ക് ബബിൾ ചെയ്യുമ്പോൾ ഉള്ള തെറ്റല്ലേ, അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അത് അവരവരുടെ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കെയർലെസ് റീഡിങ് വഴിയാണോ, നമ്മൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ അങ്ങനെയാണോ മിസ്റ്റേക്ക് വരുന്നത്, അപ്പോൾ അത് അവരവരുടെ ഫോൾട്ട് ഓർ ഡിഫക്റ്റ് മനസ്സിലാക്കി അത് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സായാൽ മതി, തെറ്റിയാൽ മതി, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ അത്രയും താഴെ പോകും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച് റിവൈസ് ചെയ്ത് MCQവും മോക്കും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലർ പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കും, ഒന്നും MCQ ചെയ്തു നോക്കത്തില്ല, എല്ലാം കഴിയട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്, ഇതിൻ്റെ കൂടെ തന്നെ MCQവും മോക്കും എല്ലാം ചെയ്ത് പോവാം. ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാനിരിക്കരുത്. മാക്സിമം MCQ നമ്മൾ തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളും മാക്സിമം കളക്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു, സീറം കൊളസ്ട്രോളിന്റെ മെത്തേഡ് അല്ലേ. അപ്പോൾ മുന്നേ ഉള്ള മെത്തേഡ് എന്താണ്, ലീബർമാൻ ബുർച്ചേർഡ് റിയാക്ഷൻ. പക്ഷെ അതൊരു കളർ റിയാക്ഷൻ ആയിരുന്നു, ലീബർമാൻ ബുർച്ചേർഡ് റിയാക്ഷൻ. ഇപ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്, എൻസൈമാറ്റിക് മെത്തേഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന്റെ പേരെന്താണ്, CHOD PAP മെത്തേഡ് കേട്ടോ, CHOD PAP മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ, CHOD PAP മെത്തേഡ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇനി നമ്മുടെ സീറം കൊളസ്ട്രോൾ ലെവൽ എത്രയാണെന്ന് നോക്കിയാൽ 150 മുതൽ 200 മില്ലിഗ്രാം വരെയാണ്. മുന്നേ 250 പറയുമായിരുന്നു, ഇപ്പം നമ്മൾ 200 ആക്കി. ഇൻ ഹെൽത്തി യങ് അഡൾട്ട്സ്. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. കൊളസ്ട്രോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതിന് നമ്മൾ എന്താ പറയുക, ഹൈപ്പർ അല്ലേ. എന്ത് സംഭവം കൂടുമ്പോൾ നമ്മൾ എന്താ പറയാ, ഹൈപ്പർ. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കൂടിയാൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞാൽ ഹൈപ്പോ കൊളസ്ട്രോളീമിയ. അപ്പോൾ ഹൈപ്പർ വരുന്നത് എപ്പോഴാണ്, ഹൈപ്പോ കൊളസ്ട്രോൾ ലെവൽ ആൻഡ് ഇൻക്രീസ് ഇൻ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉണ്ടാവുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്, അതെ ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെ, ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ടെങ്കിൽ, നെഫ്രോട്ടിക് സിൻഡ്രോം കിഡ്നിയിലെ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ജോണ്ടിസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഓക്കെ, നമ്മൾ ബിലിറൂബിനൊക്കെ പഠിച്ചിരുന്നില്ലേ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ബിലിറൂബിൻ്റെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ആ ബിലിറൂബിൻ്റെ കാര്യങ്ങളും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒന്ന് പഠിക്കുക. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. പഠിക്കുമ്പോൾ തന്നെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നോക്കുക. ഓക്കെ, ഇനി ഹൈപ്പോ തൈറോയിഡിസം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമ്മുടെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. എല്ലാ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ അപ്പം തന്നെ പിന്നെ നോക്കാൻ വെച്ചിരിക്കേണ്ട, അപ്പം തന്നെ നമ്മൾ നോക്കി പോവാം. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കൂടുന്ന കണ്ടീഷൻസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഒന്ന് ഡയബറ്റിസ് മെല്ലിറ്റസ് പഠിച്ചു, പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം പഠിച്ചു, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പഠിച്ചു, ഹൈപ്പോ തൈറോയിഡിസം പഠിച്ചു. ഇനി കുറയുന്നത് ഏത് കണ്ടീഷനാണെന്ന് അറിയോ, അതിനെ ഹൈപ്പോ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്നു. കുറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഹൈപ്പർ തൈറോയിഡിസത്തില്, അത് നമ്മൾ പഠിച്ചില്ലേ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിലൊക്കെ. ഹൈപ്പർ തൈറോയിഡിസത്തില് എപ്പോഴാണ് കുറയുന്നത്, കൊളസ്ട്രോൾ ലെവൽ കുറയുവേ ഹൈപ്പർ തൈറോയിഡിസത്തിൽ. ഹൈപ്പർ തൈറോയിഡിസത്തിന് ആൾ നല്ല മിലിഞ്ഞതായിട്ടിരിക്കുക, അപ്പം അല്ലേ, ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൊളസ്ട്രോൾ ലെവൽ എല്ലാം കുറയുവേ. പിന്നെ ലിവറിന് ഡാമേജ്, ഹെപ്പറ്റോ സെല്ലുലാർ ഡാമേജ്, പിന്നെ അനീമിയ എക്സെപ്റ്റ് ഹെമറേജിക് അനീമിയ, അനീമിയയിൽ കുറയുവേ. നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷൻ അല്ലേ അനീമിയ, വിളർച്ച. അതിൽ ഹെമറേജിക് അനീമിയ ഒഴിച്ചുള്ള അനീമിയയിലെല്ലാം ഈ കൊളസ്ട്രോൾ ലെവൽ കുറയും. പിന്നെ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് ഇൻഫെക്ഷൻസ്, ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, പിന്നെ ചില
അസുഖങ്ങളുടെ അവസാനത്തെ സ്റ്റേജിലെല്ലാം ഈ കൊളസ്ട്രോൾ ലെവൽ കുറയും അല്ലേ. നമ്മുടെ ഇപ്പം ക്യാൻസറിൻ്റെ സ്റ്റേജിൽ അങ്ങനെ പല അസുഖത്തിൻ്റെയും അവസാനത്തെ സ്റ്റേജ് എത്തുമ്പം പേഷ്യൻ്റ് ആകെ ഒരു എക്സോസ്റ്റഡ് ആയിട്ട് ഭയങ്കര ഇമാസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ കുറയും. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കൂടുന്ന കണ്ടീഷൻ ഹൈപ്പർ കൊളസ്ട്രലീമിയ, കുറയുന്ന കണ്ടീഷൻസ് എഴുതി വെക്കണേ. ഹൈപ്പർ കൊളസ്ട്രലീമിയ എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഒരു ടേബിൾ പോലെ എഴുതി വെക്കുക. ഹൈപ്പോ എന്ന് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഹൈപ്പറിൽ എന്തൊക്കെ എഴുതാം? ഡയബറ്റിസ് മെല്ലിറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രോം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പർ കൊളസ്ട്രലീമിയയിൽ എന്തൊക്കെ എഴുതാം? ഡയബറ്റിസ് മെല്ലിറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രോം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഹൈപ്പോതൈറോയിഡിസം. ഇനി കൊളസ്ട്രോൾ കുറയുന്ന കണ്ടീഷൻസിൽ ഹൈപ്പർ തൈറോയിഡിസം, ഹെപ്പറ്റോസെല്ലുലാർ ഡാമേജ്, അനീമിയ, അക്യൂട്ട് ഇൻഫെക്ഷൻസ്, ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ടെർമിനൽ സ്റ്റേറ്റ്സ് ഓഫ് ഡിസീസ്. ഓക്കെ, ഇതൊക്കെയാണ് കൊളസ്ട്രോൾ കുറയുന്ന കണ്ടീഷൻസ്. ക്ലിയർ ആണോ? ഇനി അപ്പം നമ്മൾ കൊളസ്ട്രോൾ കൂടുന്ന കണ്ടീഷൻസും കുറയുന്ന കണ്ടീഷൻസും പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ LDL, VLDL, HDL ഒക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ലിപ്പോ പ്രോട്ടീനുകളാണ് കേട്ടോ. എന്താണ്? ലിപ്പോ പ്രോട്ടീനുകളാണ്. അതിൽ ഏതൊക്കെ ലിപ്പോ പ്രോട്ടീൻ നമ്മൾ പഠിച്ചു? HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. LDL എന്താ? ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. VLDL എന്ന് പറഞ്ഞാൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? HDL, പിന്നെ LDL, VLDL. HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ്. LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി. VLDL എന്ന് വെച്ചാൽ വെരി ലോ ഡെൻസിറ്റി. അതിൽ HDL ആണ് നമുക്കറിയാം ഗുഡ് കൊളസ്ട്രോൾ അല്ലെ, ഗുഡ് ഫോർ ഹെൽത്ത്, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ ഓർക്കാൻ. ഓക്കെ, അപ്പം ഇവിടെ HDL എന്താ ചെയ്യാന്നറിയോ? HDL എന്താ ചെയ്യുക? HDL ശരിക്കും നമുക്ക് ഒരു 60 മില്ലിഗ്രാം പെർസെൻറ്റേജിൽ കൂടുതൽ ഉണ്ടാവണം. ഓക്കെ, 60 കൂടുതൽ ഉണ്ടായിരിക്കണം. 40 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് അസുഖങ്ങൾ, കൊറോണറി ഡിസീസൊക്കെ, കൊറോണറി ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം 40 കുറയരുത്, 60 കൂടണം. HDL നല്ല കൊളസ്ട്രോൾ അല്ലേ, അപ്പോൾ കൂടുതൽ വേണം. എത്ര വേണം? ശരിക്കും എബവ് 60 വേണം കേട്ടോ. 60 കൂടുതൽ വേണം. 40 കുറഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ട്, അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ലിപ്പോ പ്രോട്ടീൻസിന് അപ്പോൾ HDL ആദ്യം പഠിച്ചു. ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ഹൈ ഡി ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. അതിൻ്റെ വേറെന്താണ്? അത് നല്ല കൊളസ്ട്രോൾ ആണ് അല്ലേ, നല്ല കൊളസ്ട്രോൾ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? എന്താ ഫംഗ്ഷൻ? അത് നമ്മുടെ എല്ലാ ടിഷ്യൂസിൽ നിന്നും കൊളസ്ട്രോൾ എടുത്തുകൊണ്ട് പോയിട്ട് ലിവറിന് കൊടുക്കും. അപ്പം ലിവർ ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം അങ്ങനത്തെ കൊളസ്ട്രോൾ ആണ്. അപ്പോൾ നല്ലതല്ലേ? നല്ലതാ. അപ്പൊ HDL കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടില്ല. നമ്മുടെ എല്ലായിടത്തെയും പെരിഫറൽ ടിഷ്യൂസിലുള്ള കൊളസ്ട്രോളിനെ ലിവറിന് കൊടുത്തിട്ട് അവിടെ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യിക്കും. ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുതേ. അപ്പൊ HDL നല്ലതല്ലേ? നല്ലത്. അപ്പൊ നല്ലതാവാൻ കാരണം ഇതാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പെരിഫറൽ ടിഷ്യൂസിൽ നിന്നുള്ള കൊളസ്ട്രോളിനെ എല്ലാം എടുത്ത് ലിവറിൽ കൊണ്ടുപോയിട്ട് അതുവഴി എക്സ്ക്രീറ്റ് ചെയ്തു പോകും. അപ്പൊ അക്യുമുലേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് നല്ല കൊളസ്ട്രോൾ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതിന്റെ ലെവൽ നമ്മൾ പഠിച്ചു. 60 കൂടുതൽ വേണം. പിന്നെ എത്രയാ? 40 കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപകടമാണ് അല്ലെ, കൊറോണറി ഡിസീസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ലിപ്പോ പ്രോട്ടീൻസിൽ ഒരാളെ പഠിച്ചു, HDL. അത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ഇറ്റ് ഇസ് ഗുഡ് കൊളസ്ട്രോൾ. വേറെ ആരൊക്കെയാ ഉള്ളത്? ഇനി നമുക്ക് LDL ഉണ്ട് അല്ലെ. LDL എന്ന് പറഞ്ഞാൽ ആരാ? ബാഡ് കൊളസ്ട്രോൾ ആണ്. LDL എന്താണ്? ബാഡ് ആണ്. LDL നമുക്ക് 100 താഴെ മതി, 100 കൂടരുത്, 100 മില്ലിഗ്രാം പെർസെൻറ്റേജിൽ കൂടരുത്, താഴെ മതിയെ. ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവര് ഈ LDL എന്ത് ചെയ്യും? നമ്മുടെ ലിവറിൽ നിന്ന് ഈ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും ഒക്കെ എടുത്ത് എല്ലാ ലിവർ ഒഴിച്ചുള്ള ബാക്കി ടിഷ്യൂസിനൊക്കെ അങ്ങ് കൊടുക്കും. അപ്പൊ അത് അവിടെ എല്ലാം അങ്ങ് അടിഞ്ഞുകൂടി അതറോസ്ക്ലീറോസിസ് ഒക്കെ ഉണ്ടാവില്ലേ, ബ്ലഡ് വെസലിന്റെ അകത്തെല്ലാം അടിഞ്ഞുകൂടി നമുക്ക് ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ, HDL നല്ല കൊളസ്ട്രോൾ ആണ്. കാരണം എല്ലായിടത്തെയും ഉള്ള കൊളസ്ട്രോളിനെ എടുത്ത് ഇത് ലിവറിന് കൊടുത്ത് ലിവറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യിക്കുന്നു. അപ്പൊ അത് നല്ല ആളാ. നമുക്ക് 60 കൂടുതൽ വേണം അല്ലെ, 60 കൂടുതൽ വേണം. 40 ആയിക്കഴിഞ്ഞാൽ കൊറോണറി ഡിസീസസ് വരാം. LDL അങ്ങനെയല്ല, ചീത്ത കൊളസ്ട്രോൾ ആണ്, ബാഡ് കൊളസ്ട്രോൾ ആണ്. 100 താഴെ, 100 മില്ലിഗ്രാം ശതമാനത്തിൽ താഴെ മതി. എന്താ ചെയ്യുന്നത്? ലിവറിൽ നിന്ന് കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും എടുത്ത് വേറെ ടിഷ്യൂസിലെല്ലാം കൊടുത്ത് അവിടെ എല്ലായിടത്തും അങ്ങ് അടിഞ്ഞുകൂടി നമുക്ക് ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മുടെ
ട്രൈഗ്ലിസറൈഡ് എന്താണെന്ന് നോക്കാം. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡിന്റെ എസ്റ്റർ ആണ്, അതിന്റെ കൂടെ ഗ്ലിസറോളും കൂടെ വരുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള കോമൺ ഫാറ്റ് ആണ്. നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ബോഡിയിലുള്ള കോമൺ ഫാറ്റ് ആണ് ഈ ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് എന്താണ്? ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ആസിഡിൽ എസ്റ്റർ ഉണ്ട്, അതിന്റെ കൂടെ ഗ്ലിസറോളും ഉണ്ട് അല്ലെ. ഫാറ്റി ആസിഡ്സിന്റെ എസ്റ്റേഴ്സ് ആണ്, എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ. ഇതാണ് നമ്മുടെ ബോഡിയിലെ കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ്. ഇത് ഏതിന്നാ നമുക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടും അല്ലെ, ട്രൈഗ്ലിസറൈഡ് കിട്ടും. ഓക്കെ ആണോ? ഇനി ട്രൈഗ്ലിസറൈഡ് കൂടിയാലും പ്രശ്ന. ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ എന്താ? നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുമ്പോൾ ഈ ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവരിൽ, ഭയങ്കര വെയിറ്റ് ഉള്ളവരിൽ, ഡയബറ്റീസ് ഉള്ളവരിലൊക്കെ ഈ ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ എപ്പോഴും 150-ൽ താഴെ വേണം. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ എത്ര വേണം? 150-ൽ താഴെ. LDLന്റെ ലെവൽ എത്ര വേണം? 100-ൽ താഴെ. HDLന്റെ ലെവൽ എത്ര വേണം? 60-ൽ കൂടുതൽ. ഓക്കെ, ട്രൈഗ്ലിസറൈഡിന്റെ ലെവല്, ട്രൈഗ്ലിസറൈഡ് കൂടുതൽ ബ്ലഡിൽ കാണുന്നത് കൂടുതൽ കൊളസ്ട്രോൾ ഉള്ളവരിൽ ഈ ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. അതുപോലെ ഹാർട്ടിന് അസുഖമുള്ളവരിൽ, ഡയബറ്റീസ് ഉള്ളവരിൽ, വെയിറ്റ് കൂടുതലുള്ളവരിലൊക്കെ നമ്മുടെ ഏറ്റവും നല്ലത് 150-ൽ താഴെ നിൽക്കണം. ഓക്കെ, 150-ൽ താഴെ നിൽക്കണം. അപ്പം നമ്മൾ ഈ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമല്ല നമ്മൾ നോക്കുന്നത് അല്ലേ, നമ്മൾ ഏതൊക്കെ നോക്കും? ഇതെല്ലാം നോക്കും. ട്രൈഗ്ലിസറൈഡ് നോക്കും, HDL നോക്കും, LDL നോക്കും, VLDL നോക്കും. ഇതെല്ലാം നോക്കും നമ്മൾ. കൊറോണറി ഹാർട്ട് ഡിസീസ്. അപ്പോൾ കാരണം ഈ കൊളസ്ട്രോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ ബ്ലഡ് എല്ലാം ഇങ്ങനെ അടിഞ്ഞുകൂടും അല്ലേ, കൊറോണറി. അപ്പോൾ അങ്ങനെ ഹാർട്ടിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഹാർട്ടിന് നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ കിട്ടില്ല, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ട്രൈഗ്ലിസറൈഡ് എന്താന്ന് പറഞ്ഞു, LDL, HDL എന്താന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപ്പോ പ്രോട്ടീൻസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ലിപ്പോ പ്രോട്ടീൻസിൽ പഠിച്ചത്? ആദ്യം തന്നെ നമ്മളെ ഹൈപ്പർ കൊളസ്ട്രീമിയ എവിടെയൊക്കെയാണ് പഠിച്ചത്? ഡയബറ്റിസില്, നെഫ്രോട്ടിക് സിൻഡ്രോമില്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസില്, ഹൈപ്പോ തൈറോയിഡിസത്തില്. ഇനി ഹൈപ്പോ കൊളസ്ട്രീമീമിയ എവിടെയൊക്കെയാണ് പഠിച്ചത്? ഹൈപ്പർ തൈറോയിഡിസം, അനീമിയ, ഹെപ്പറ്റോസെല്ലുലാർ ഡാമേജ്, അക്യൂട്ട് ഇൻഫെക്ഷൻ, ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ടെർമിനൽ സ്റ്റേറ്റ്സ് ഓഫ് ഡിസീസ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ടേബിൾ പോലെ വരച്ച് നമ്മൾ സ്റ്റഡി ടേബിൾ പോലെ ഒട്ടിച്ച് വെക്കുക. എപ്പോഴും ഒന്ന് കാണുമ്പോൾ ഒന്ന് ഓർമ്മ നിൽക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ നമ്മൾ ലിപ്പോ പ്രോട്ടീനുകളിൽ ഏതൊക്കെ പഠിച്ചു? HDL എന്താണ്, LDL എന്താണ്, VLDL എന്താന്ന് പഠിച്ചു. HDL ആണെന്നല്ല, കൊളസ്ട്രോൾ 60-ക്ക് കൂടുതൽ വേണം. ഇത് എല്ലാ ടിഷ്യൂസിൽ നിന്നും കൊളസ്ട്രോൾ എടുത്ത് ലിവറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യിക്കുന്നു. ഇനി അടുത്ത LDL എന്ന് പറഞ്ഞാൽ ബാഡ് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ അത് കുറച്ച് മതി, 100-ൽ താഴെ മതി. അതെന്താണ്? അത് നമ്മുടെ എല്ലാ ടിഷ്യൂസിൽ നിന്നും എല്ലാത്തിൽ നിന്നും കൊളസ്ട്രോൾ അല്ല, നമ്മുടെ ലിവറിൽ നിന്ന് കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും എടുത്ത് എല്ലാ ടിഷ്യൂസിലും കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് 100-ൽ താഴെ മതി അല്ലേ. ഇനി ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡിന്റെ എസ്റ്റർ ആണ് വിത്ത് ഗ്ലിസറോൾ. ഇതാണ് നമ്മുടെ ഫുഡിൽ നിന്നുള്ള ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ് നമ്മുടെ ബോഡിയിലുള്ളത്. ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് ഈ കൊളസ്ട്രോൾ കൂടിയവരിൽ, ഡയബറ്റീസ് ഉള്ളവരിൽ, ഓവർ വെയിറ്റ് ആയവരിൽ ഒക്കെയാണ്, ഹാർട്ടിന് അസുഖങ്ങൾ ഉള്ളവരിലൊക്കെയാണ് ട്രൈഗ്ലിസറൈഡ് കൂടുന്നത്. ട്രൈഗ്ലിസറൈഡിന്റെ നോർമൽ ലെവല് 150-ൽ താഴെ. ട്രൈഗ്ലിസറൈഡിന്റെ നോർമൽ ലെവല് 150 mg/%-ൽ താഴെ. LDLൻ്റെത് 100 mg/%-ൽ താഴെ. HDLൻ്റെത് 60 mg/%-ൽ കൂടുതലാണ്. അപ്പൊ നമ്മൾ നോർമൽ ലെവല് പിന്നെയും പഠിച്ചല്ലോ. ടോട്ടൽ കൊളസ്ട്രോളിൻ്റെത് പഠിച്ചില്ലേ? എത്രയാണ്? 150 മുതൽ 200 mg/%. ഇനി നമ്മൾ പഠിക്കാത്തത് VLDL അല്ലേ. VLDLൻ്റെത് <30 mg/%. ഇത് ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത്രയും നോട്ട് ചെയ്ത് എല്ലാവർക്കും കൊളസ്ട്രോൾ ലെവൽ അറിയാം അല്ലേ, 150 മുതൽ 200 വരെ. ട്രൈഗ്ലിസറൈഡ് 150-ൽ താഴെ, LDL 100-ൽ താഴെ, നമ്മുടെ HDL 60-ൽ കൂടുതൽ, VLDL 30-ൽ താഴെ. ഇത്രയും നോർമൽ ലെവൽസ് നോക്കി വെക്കണം. പിന്നെ നമ്മൾ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞത് ഹൈപ്പർ എപ്പോഴാ, ഹൈപ്പോ എപ്പോഴാ, അതും നോക്കി വെക്കണേ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ വേറെ ഇതിൽ ഓർക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ, ബാക്കിയെല്ലാം എളുപ്പമുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്